4Gയിൽ നിന്ന് 5Gയിലേക്കുള്ള മാറ്റം കേവലം വേഗതയുടെ കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും നെറ്റ്വർക്കിന്റെ അടിസ്ഥാന ഘടനയും അത് നൽകുന്ന സ്ഥിരതയുമാണ് യഥാർത്ഥ വിജയിയെ നിർണ്ണയിക്കുന്നതെന്നും ഇതിൽ ജിയോ വലിയ മുന്നേറ്റം നടത്തിയതെന്നും ഓപ്പൺ സിഗ്നൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ 5G വിപണിയിൽ ജിയോയുടെ കുതിപ്പ് കേവലം വേഗതയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഓപ്പൺ സിഗ്നൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 199.7 Mbps എന്ന മിന്നൽ വേഗതയുമായാണ് ജിയോ ഒന്നാമതെത്തിയിരിക്കുന്നത്. ഇത് അവരുടെ തന്നെ 4G നെറ്റ്വർക്കിനേക്കാൾ 11 മടങ്ങ് അധികമാണ്. എന്നാൽ വേഗതയേക്കാൾ ഉപരിയായി ടൈം ഓൺ 5G അഥവാ ഉപഭോക്താക്കൾ യഥാർത്ഥത്തിൽ 5G നെറ്റ്വർക്കിൽ ചിലവഴിക്കുന്ന സമയത്തിലാണ് ജിയോ വിസ്മയിപ്പിക്കുന്നത്. ജിയോ ഉപഭോക്താക്കൾ തങ്ങളുടെ ഉപയോഗത്തിന്റെ 67.3% യഥാർത്ഥ 5G നെറ്റ്വർക്കിൽ തന്നെ തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള എയർടെൽ ഇത് വെറും 28% മാത്രമാണ്. എയർടെൽ ഉപഭോക്താക്കൾക്ക് 5G സിഗ്നൽ ലഭ്യമാണെങ്കിലും അവരുടെ ഫോണുകൾ പലപ്പോഴും 4Gയിലേക്ക് തിരികെ പോകുന്ന പ്രതിഭാസമാണ് ഇവിടെ കാണുന്നത്. ഇതിനു പിന്നിലെ പ്രധാന കാരണം ജിയോ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് എയർലൈൻ സാങ്കേതിക വിദ്യയാണ്. 4Gയുടെ സഹായമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ജിയോയുടെ 5G ആർക്കിടെക്ചറും വലിയ മുൻതൂക്കം നൽകുന്നു. വിപണിയിൽ കുറഞ്ഞ വിലയുള്ള 5G ഫോണുകൾ വ്യാപാരമാകുന്നതോടെ ഉപഭോക്താക്കളുടെ എണ്ണം കൂടുമെന്നും ആ സാഹചര്യത്തിലും സ്ഥിരതയുള്ള സേവനം നൽകുന്നതിൽ ജിയോയുടെ സാങ്കേതിക മികവ് നിർണായകമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.